ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞാനിതാ സുഖമായിരിക്കുന്നു. ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ചിക്കൻ കറി റെസിപ്പിയാണ്. നല്ല കുറുകിയിട്ടുള്ള, അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, ബിഗിനേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി സിമ്പിൾ ചിക്കൻ കറി റെസിപ്പിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള ചെറിയ 2 സവാളയും 2 ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. ചൂടായ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ലെവലിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സവാള നന്നായിട്ട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതിയാകും. അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള ഒന്ന് വഴന്ന് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഞാനിപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് ക്ലീനാക്കി വെച്ചതായിരുന്നു, ആ ചിക്കൻ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ്, രാവിലെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്ക് പിടിച്ച ഒരു ടൈമിലാണ് ഈ സത്യം പറയുകയാണെങ്കിൽ വീഡിയോ എടുത്തിട്ടുള്ളത്. ദോശയുടെ കൂടെ കഴിക്കാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ചേർത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ മസാലപ്പൊടികളായിട്ട് ഞാനിപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല. ഇത്രയും മസാലപ്പൊടികളാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് എത്രത്തോളമാണോ നമുക്ക് കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. വളരെ സിമ്പിളായിട്ട് ആർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെസിപ്പിയാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു കൊഴുപ്പും പിന്നെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും കറിക്ക്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കേണ്ടതുണ്ട്. വളരെ സിമ്പിളായിട്ട് ഏത് തുടക്കക്കാർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, ഏത് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വളരെ സിമ്പിളായ രീതിയിലാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം മെത്തേഡിൽ തന്നെ കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതുവരെ ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു അടിപൊളി തിക്കായിട്ടുള്ള ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില കൂടെ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തി, പൊറോട്ട, പിന്നെ അതേപോലെ നെയ്ച്ചോറ്, അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് അത് യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോ കാണാത്ത ഏതെങ്കിലും കൂട്ടുകാർ പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ, ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു, യൂസ്ഫുള്ളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ചട്ടി കാലിയാവുന്നത് അറിയില്ല കേട്ടോ, കാരണം അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും പിന്നെ അതേപോലെ പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേയും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.